എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയും ദിലീപിൻ്റെ വിഷയമാണ്. നാളെയാണ് 8-ാം തീയതി. 7 വർഷവും 7 ദിവസവും അങ്ങനെ എങ്ങാണ്ടായെന്നൊക്കെയാണ് ന്യൂസിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തു പറഞ്ഞാലും കേരളം ഏറ്റവും അധികം ശ്രദ്ധിച്ചതും ചർച്ച ചെയ്തതുമായൊരു കേസാണ് ഇത്. പിന്നെ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്കിതിന് മുന്നേ ഇങ്ങനെ ഒരു അനുഭവം അല്ല, ഇതുപോലത്തെ ഒരു നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു പെൺകുട്ടിയെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോവുക, അത് ഇന്ന പോലെ സിനിമയിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ കുറേ വൈരാഗ്യത്തിൻ്റെ പുറത്ത് മറ്റൊരാൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം റേപ്പൊക്കെ പോലെ അത് കേൾക്കാറുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഇത് റേപ്പൊന്നും അല്ലായിരുന്നു, അല്ലാത്ത രീതി ഒരു പ്രത്യേക സ്റ്റൈലിലായിരുന്നു സംഭവം നടന്നത്. അപ്പം അന്ന് ആക്രമിക്കപ്പെട്ട നടിയുടെ വിവാഹ നിശ്ചയം കൂടെ കഴിഞ്ഞ് ആ ഒരു റിങ് കയ്യിലുണ്ട്. അതിനോടനുബന്ധിച്ച് നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം അന്ന് സംഭവിച്ച ആ ഒരു വാർത്തയ്ക്ക് ഇന്ന് വരെ ഞാൻ ഈ ഒരു വാർത്ത പുറകെ നടന്ന് കേൾക്കാറുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ എറണാകുളത്താണ്. എറണാകുളത്ത് ഞങ്ങളൊക്കെ താമസിക്കുന്ന ആ റോഡിലൂടെയാണ് അന്ന് ആ രാത്രിയിൽ ആ വാഹനം പോയത്. പിന്നീട് പിറ്റേ ദിവസങ്ങളിലാണെങ്കിലും നമ്മൾ ഈ വാമൊഴിയായിട്ട് പല കാര്യങ്ങൾ കേൾക്കും, ന്യൂസിലൊന്നും അല്ലാതെ. കാരണം ഇത് കഴിഞ്ഞ് ചിലരൊക്കെ ചായക്കടയിലിരുന്ന് അവർ ചെന്നിരുന്ന് പറഞ്ഞു, എനിക്കതിവിടെ പറയാൻ പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞു, പിന്നെ വർക്ക്ഷോപ്പിൽ ചെന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വാമൊഴിയായിട്ട് അയൽക്കങ്ങ് വഴി ഇങ്ങനെ കേട്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. പക്ഷെ അതൊക്കെ വളരെ ക്രൂരതയുടെ അങ്ങേയറ്റമാണ്. ഒരു സ്ത്രീ എന്ന രീതിക്ക് നമുക്കത് കേട്ടു നിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഞാൻ അന്നോട്ടേ ശ്രദ്ധിക്കുന്നതാണ്. ഈ സംഭവം ഇത് എവിടെ എങ്ങനെ പോകുന്നു ഇതിൻ്റെ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അപ്പം സത്യത്തിൽ തെറ്റുകാരനാണോ ദിലീപ് ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല, അത് കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ ഒന്ന് ആലോചിക്കാം, നമ്മളൊരു രാത്രിയിൽ നമ്മളുടെ സ്വന്തം കാറിലാണെങ്കിലും ഒരു ദൂരയാത്ര പോകേണ്ടി വന്നാൽ ഞാൻ അന്നോട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കുറേ അങ്ങ് രാത്രി ആയി കഴിയുമ്പോൾ സൈഡുകളിലൊക്കെ നോക്കുമ്പോഴത്തേനൊരു ഭയപ്പെടുത്തുന്ന രീതിയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്ത്രീകളുടെ മനസ്സോടെ കേട്ടോ. അപ്പോൾ ഒരു ഭയപ്പെടുത്തുന്ന പോലത്തെ ഒരു നിശബ്ദതയും ചീവീടിൻ്റെ ഒരു ഇതുമൊക്കെ ആയിട്ട് എത്ര ഇതാണല്ലോ. ഇപ്പം നൈറ്റ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, എന്നാലും ഇവിടങ്ങളിലൊക്കെ ആണെങ്കിലും അങ്ങനെയാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ചിലത് കത്തിയാലായി, ചിലത് കത്തിയില്ല, അങ്ങനെയൊക്കെ തന്നെയാണ് ഈ വഴികളിലും. അപ്പോൾ അതിൻ്റെ അകത്തൊരു പെൺകുട്ടി ഒരു പരിചയമില്ലാത്ത കുറേ ആഭാസന്മാരുടെ നടുക്ക് പെട്ടുപോയാൽ അവരുടെ ഉപദ്രവങ്ങൾ എന്തൊക്കെ സഹിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണെന്ന് സ്ത്രീ മനസ്സോടെ ചിന്തിച്ച് നോക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ആഴം മനസ്സിലാവുള്ളൂ. അതാണ് ഞാൻ അന്നോട്ട് ആ വാർത്ത ഇത് ശ്രദ്ധിക്കുന്നതാണ്. അപ്പം ഈ ബൈജു കൊട്ടാരക്കരയൊക്കെ ഇത് ഒത്തിരി സംസാരിച്ചു. അപ്പം കുറേ വാർത്ത ഇന്ന് ഞാൻ കണ്ട, അതിൽ നിന്ന് എനിക്ക് ഒരു മനസ്സിൽ തട്ടിയ കുറച്ച് ഇതായിരുന്നു. ഇന്നൊക്കെ സോഷ്യൽ മീഡിയ ഇത് സംബന്ധിച്ച് ചർച്ച ചൂട് പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പം എഴുതിയിരിക്കുന്നതാണ്, മൊഴി മാറ്റിയവർ പിന്നീട് നേരിട്ടത് കാലത്തിൻ്റെ നീതിയാണെന്ന്. കാവ്യനീതിയെന്നും കാലത്തിൻ്റെ നീതിയെന്നും പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ സത്യമാണെന്ന് ഇപ്പോൾ വിശ്വസിച്ചു പോകും. മൊഴി മാറ്റിയ ഇടവേള ബാബുവിന് പിന്നീട് ലോകമറിയുന്ന തരത്തിൽ വളരെ നാണം കെട്ട കേസുണ്ടായി. മുകേഷിനെതിരെയും 2-3 ആളുകൾ കേസ് കൊടുത്തു. ആ കേസ് നാറ്റക്കേസായി. മുകേഷിന് തല കുനിക്കേണ്ട അവസ്ഥ വന്നു. സിദ്ദിഖിനെതിരെ ബലാത്സംഗത്തിന് പരാതി കൊടുത്തു. മൊഴി മാറ്റി പറഞ്ഞവർക്കെല്ലാം കാലം എന്തോ കരുതി വെച്ചിട്ടുണ്ട് എന്ന് ബൈജു കൊട്ടാരക്കര പറയുന്നു. നടി ഭാമ അവരെക്കുറിച്ചൊക്കെ പറഞ്ഞതിൻ്റെ അകത്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ഭാഗ്യലക്ഷ്മി നികേഷും കൂടെ ഉള്ള ഒരു സംഭാഷണം കേൾക്കാം. കാവ്യ മാധവൻ്റെ അമ്മയുടെ ആ ഒരു ക്യാരക്ടർ ഇതിലൂടെ മനസ്സിലാവും. ഈ ഒരു കാര്യം, അതായത് ദിലീപിന് മറ്റ് നടിമാരുമായി ബന്ധമുണ്ട് എന്ന് മഞ്ജു വാര്യറിനോട് അതിജീവിത 2012 പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതിജീവിത ഇപ്പോൾ മഞ്ജു വാര്യർക്ക് അന്ന് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരുപാട് എന്ന് പറയുമ്പോൾ വളരെ ക്ലോസ് സർക്കിൾ ആണെങ്കിൽ പോലും അത് നേരത്തെ പറഞ്ഞ പേരുകളൊക്കെയാണ്. അവരൊന്നും അല്ല അതിജീവിത തന്നെയാണ് പറഞ്ഞത്. കാരണം അവരൊന്നും തന്നെ ഇത്തരം ഷോകൾക്ക് പോകുന്ന ആളല്ല. അതിജീവിത നേരത്തെ മുതൽ തന്നെ ദിലീപിൻ്റെ കൂടെ ഷോയ്ക്ക് പോകുന്ന ആളായിരുന്നു. അപ്പോൾ അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു. അതിജീവിതയാണ് 2012 വാലൻസ് ഡേക്ക് മഞ്ജു വാര്യരോട് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൊഴിയിൽ തന്നെ അനൂപിനെ മൊഴി പഠിപ്പിക്കുന്ന ഘട്ടത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. ദിലീപിന് മറ്റ് നടിമാരുമായി ബന്ധമുണ്ട് എന്ന് മഞ്ജു അനൂപിനോട് പറഞ്ഞു. അത് പറ്റില്ല എന്ന് അനൂപിനോട് മഞ്ജു പറയുന്നു. ഇക്കാര്യം അനൂപ് ദിലീപിനോട് പറയുന്നു, ഇങ്ങനെ മഞ്ജു പറയുന്നുണ്ട് എന്ന്. അങ്ങനെ ദിലീപിനോട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്നോട് മഞ്ജു വാര്യർ മിണ്ടാതായി എന്ന് അനൂപ് ആ മൊഴിയിൽ പറയണം എന്ന്, അല്ലെങ്കിൽ മൊഴിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അഭിഭാഷകനുമായിട്ട്. എൻ്റെ ചോദ്യം, അതിജീവിത തന്നെയാണ് ദിലീപിന് മറ്റ് നടിമാരുമായി ബന്ധമുണ്ട് എന്ന് മഞ്ജു വാര്യറിനോട് പറഞ്ഞത്? ഇതിൽ കുറെ കോൺട്രഡിക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെയൊന്നും എന്റെ അടുത്ത് മഞ്ജു പറഞ്ഞത് ഇങ്ങനെയല്ലായിരുന്നു. ഇത് ആക്ച്വലി ഇവർ തമ്മിൽ ബന്ധമുണ്ട്, കാവ്യയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് കുറെ നാളുകളായിട്ട് ഇൻഡസ്ട്രിയിൽ പലർക്കും അറിയാം. അതൊക്കെ ഞാനൊരിക്കൽ പിന്നീട് ഈ സംഭവമൊക്കെ ഇവിടെ ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ ഒരിക്കൽ ചോദിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ചേച്ചി പലരും ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ പലരെ കുറിച്ചും പല ഗോസിപ്പുകളും പറയും, പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിക്കാറില്ല ചേച്ചി. പലരും എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. പക്ഷെ ആദ്യമായിട്ട് മഞ്ജുവിനെ വിളിച്ച് അറിയിച്ചത് കാവ്യയുടെ അമ്മയാണ്.
കാവ്യയുടെ അമ്മയാണ് മഞ്ജുവിനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞത്. അതിനുശേഷമാണ് അതിജീവിതയുമായിട്ട് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നടക്കുന്നത് എന്നാണ്. അപ്പോൾ അത് ഉറപ്പിക്കുകയായിരുന്നു ഇങ്ങനെ പറഞ്ഞതിന് ശേഷം. അതായത് കാവ്യയുടെ അമ്മ അങ്ങനെ പറയാനുണ്ടായിട്ടുള്ള സാഹചര്യം ഭാഗ്യലക്ഷ്മി വിചാരിക്കുന്നത് മകളുടെ, കാരണം ദിലീപും കാവ്യമാധവനും തമ്മിൽ നല്ലൊരു ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ. അത് നമ്മൾ കാണുമ്പോൾ ദിലീപിന്റെ തന്നെ ഒരു പടത്തിൽ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. ആദ്യമായിട്ട് കാവ്യമാധവൻ നായികയായിട്ട് വരുന്ന ലാൽ ജോസിന്റെ പടം. അതെ. അപ്പോൾ അവർ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കാവ്യമാധവന്റെ ലൈഫ് ഏതെങ്കിലും തരത്തിൽ തെറ്റായ വഴിക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം കാവ്യമാധവന്റെ അമ്മ ദിലീപിനെ വിളിച്ച്, അല്ല സോറി, മഞ്ജു വാര്യരെ വിളിച്ച് പറയുന്നത് ഈ ബന്ധം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണമെന്ന്. സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണമെന്നല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതിൽ കുറച്ചുകൂടി ഒരു മാന്യത ഉണ്ടാവുമായിരുന്നു. അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് പറയാൻ. ഞാനതിപ്പോ പറയുന്നില്ല. അപ്പോൾ ലക്ഷ്യം വേറെയാണ്. അതെ അതെ. അപ്പോൾ അത് പിന്നീട് നമുക്കിപ്പോൾ അതല്ലല്ലോ വിഷയം. അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കുക, അത് അവരുടെ വ്യക്തിപരമായ കാര്യം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അതിജീവിത അത് പറഞ്ഞതോടുകൂടി അതിജീവിതയോട് രോഷമേറി എന്നുള്ളതാണ് അല്ലേ? അതിജീവിത പാവം രണ്ടാമത് മാത്രമാണ് അത്. ഇതെല്ലാം പല സ്ഥലത്ത് ഇത് ആദ്യം കാവ്യയുടെ അമ്മ വിളിച്ച് പറഞ്ഞു. പിന്നീട് പല രീതിയിലുള്ള അവർ തമ്മിലുള്ള മൊബൈൽ സന്ദേശങ്ങൾ പലതും മഞ്ജു നേരിട്ട് പിടിച്ചു. അതിന്റെ പേരിൽ അവിടെ വീട്ടിനുള്ളിൽ ചർച്ചയുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അതിജീവിതയുമായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടാകുന്നത്. അല്ലാതെ ആദ്യമേ അതിജീവിത വഴി അല്ല ഇത് അറിയുന്നത്. ഈ കുട്ടിയുടെ അമ്മ വഴിയാണ് അറിയുന്നത്. ഈ കാവ്യയുടെ അമ്മയാണ് ഡയറക്റ്റ് ആയിട്ട് മഞ്ജുവിനെ വിളിച്ചത് പറയുന്നത്. അത് പറഞ്ഞത് വളരെ സാധാരണ അമ്മമാരെ പോലെ ആങ്സൈറ്റി അങ്ങനെയൊന്നും അല്ല. വളരെ വളരെ അവർ പോലും മഞ്ജുവിനെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് അന്ന് സംസാരിച്ചത്. എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവളെ വല്ലാതെ പലരും മാനസികമായി ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി മഞ്ജു വാര്യർ കിട്ടിയ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചേൽപ്പിക്കാവേ. ജീവിക്കാൻ വേണ്ടി ഒരുപാട് വേഷങ്ങൾ കെട്ടിയാലും മറ്റൊരാളുടെ ജീവിതം തകർക്കാൻ വേണ്ടി വേഷം കെട്ടാതിരിക്കുക. വളരെ കറക്റ്റാണ്. ഇവിടെ ഇപ്പം ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിയോടെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് മഞ്ജു വാര്യരായിട്ടൊന്നും സോഷ്യൽ മീഡിയയിലോ അല്ല മീഡിയക്കാർക്കോ ഒന്നും പറയുന്നില്ല. എന്നാൽ ഭാഗ്യലക്ഷ്മി പറയുന്നതിന് വിരോധമില്ല. ഇനി എന്നെക്കുറിച്ചാണെങ്കിലും മഞ്ജു വാര്യരെ കുറിച്ചാണെങ്കിലും ചേച്ചിക്ക് തോന്നുന്ന ചേച്ചി പറഞ്ഞു എന്ന് മഞ്ജു വാര്യർ അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പം ഭാഗ്യലക്ഷ്മി പറഞ്ഞത് വെച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അതൊന്ന് മനസ്സിലാക്കിക്കേ. ഈ സ്വന്തം മകളെ നിങ്ങളുടെ ഭർത്താവ് ഉപദ്രവിക്കുന്നു, അവനെ അതിൽ നിന്ന് വിലക്കണം, അല്ലാതെ എൻ്റെ മകളുടെ ജീവിതം തകർക്കാൻ വരരുത്, ഇങ്ങനെ വേണം ഒരമ്മ പറയാൻ അല്ലേ? അതിന് പകരം നേരെ തിരിച്ച് എന്തായിരിക്കും ഹേർട്ട് ചെയ്യുന്ന രീതി സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. പറഞ്ഞ ഭാഷകൾ ഭാഗ്യലക്ഷ്മി പൊതുവെ ഇരുന്ന് പറയുന്നില്ല, പക്ഷെ നമ്മൾക്കത് ഊഹിക്കാൻ പറ്റും. അതായത് എന്തായിരിക്കും, നിന്നെ കൊണ്ട് കൊള്ളാത്തതുകൊണ്ടാണ് അവൻ എൻ്റെ മോളെ തേടി വന്നത്, നീ ഇനി ഒരു ബാധ്യതയായിട്ട് നിൽക്കാതെ ഇട്ടേച്ച് പോടി എന്ന് തന്നെ പറയും. നിന്നെ അവന് ഇഷ്ടമല്ല, നീ ഇറങ്ങിപ്പോ, അവർ തമ്മിൽ ജീവിക്കട്ടെ സുഖമായിട്ട് എന്ന് അങ്ങനെ അർത്ഥം വരുന്ന രീതിയിൽ വേണേ ഹാർഡായിട്ടുള്ള എന്തെങ്കിലും വൃത്തിയായിട്ട പദങ്ങൾ ഉപയോഗിച്ചോ അല്ലെ എന്താണേലും ആ അർത്ഥമാണ് മഞ്ജു വാര്യർ ഉപേക്ഷിച്ച് പോ, നീ എന്തിനാടി നിൽക്കുന്നേ, നിന്നെ അവന് വേണ്ട എന്നൊക്കെയുള്ള അർത്ഥത്തിലേ സംസാരിക്കുള്ളൂ. അതാണ് ഹേർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വിവരം വിളിച്ച് പറഞ്ഞറിയിക്കുന്നത് പല ഗോസിപ്പ് കേട്ടാലും അതൊക്കെ സിനിമാ രംഗത്ത് പലരും ഉണ്ടാക്കുന്നോർത്ത് മഞ്ജു വാര്യർ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ കറക്റ്റായ തെളിവോടുകൂടി സ്വന്തം മോളും ദിലീപുമായിട്ട് അടുപ്പമാണ് എന്ന് പറഞ്ഞത് കാവ്യമാധവൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മ ചിന്തിച്ചത് എന്താണെന്ന് മനസ്സിലായോ? വളരെ സ്വാർത്ഥതയോടുകൂടി മകളും ദിലീപും തമ്മിൽ സ്നേഹമാണ്, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന ആരാന്ന് ചോദിച്ചാൽ മഞ്ജു വാര്യരാണ്. അവരങ്ങ് ഒന്നെങ്കിൽ അങ്ങ് തീർന്നു കിട്ടിയ അത്ര ഉപകാരമല്ല, നേർച്ചയും കാഴ്ചയൊക്കെ നേർന്നു കാണും. അത് നടക്കാൻ വന്നപ്പോൾ എന്നാൽ ഇങ്ങനെ ഒന്ന് കുരുട്ടുബുദ്ധി ആലോചിച്ച് നേരെ വിളിച്ച് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കാര്യം പറയുക എന്ന് വെച്ചാൽ അതൊരു ഭാര്യയ്ക്ക് അഭിമാനക്ഷതാണ്. അവർ നിൽക്കണമെന്നൊന്നുമില്ല, അഭിമാനമുള്ള പെണ്ണുങ്ങൾ നിൽക്കത്തില്ല. അതാണ് നമ്മളെ വേണ്ടാത്തതുകൊണ്ടാണല്ലോ മറ്റൊരാളെ തേടിപ്പോകുന്നത്. അപ്പോൾ അതാണ് കാവ്യമാധവൻ്റെ അമ്മ പ്രയോഗിച്ച തന്ത്രം. പക്ഷേ അത് കഴിഞ്ഞ് അവർ നേടിയതെന്താ? സ്വന്തം മകള് ഒരു ദിവസം അതിനുശേഷം സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? മകള് ഭർത്താവാക്കിയതിന് ശേഷം ദിലീപ് നേരെ ചെന്ന് പിന്നെ കിടന്നത് ജയിലിലാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം മറ്റൊരാളുടെ ലൈഫ് തട്ടിയെടുത്ത് സ്വന്തമാക്കി വെച്ചിട്ട് ഒരു ദിവസം സമാധാനമായിട്ട് കിട്ടിയോ? ഒരേ സമയം രണ്ടുപേരുടെ ലൈഫാണ് കളഞ്ഞത്. അതായത് നിഷാൽ എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ച് ഒരു കാര്യമില്ലാതൊരു വേഷം കെട്ടി അതിൻ്റെ ജീവിതം കളഞ്ഞു. ഇപ്പം അയാൾ രണ്ടാമത് കെട്ടി നന്നായിട്ട് ജീവിക്കുന്നു. അത് അവിടെ ഒരു വേഷം കെട്ടൽ അങ്ങനെ നടത്തി ആ പയ്യൻ്റെ ജീവിതം നശിപ്പിക്കുന്നു, ഇപ്പുറത്ത് മഞ്ജു വാര്യരുടെ ജീവിതം നശിപ്പിക്കുന്നു. അപ്പോൾ എന്തോ ഒരു സ്വാർത്ഥതയോടെയുള്ള ജീവിതം ഇവർ നയിച്ചേ. അപ്പോൾ അവർക്ക് പിന്നീട് അങ്ങോട്ട് എന്നും ഭർത്തുമതിയായിട്ട് എന്നും ഭർത്താവിൻ്റെ കൂടെ സുഖമായിട്ട് മകൾ ജീവിക്കുന്ന കാണാൻ വേണ്ടി ചെയ്ത ഒരു ഇതാണെങ്കിൽ അതൊന്നും ദൈവം കൊടുക്കത്തില്ല. അങ്ങനെ തട്ടിപ്പറിച്ചെടുക്കുന്ന പോലത്തെ ലൈഫല്ലേ, അതൊന്നും കൊടുക്കത്തില്ല. പിന്നെ ഇനിയിപ്പോൾ വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ, അതിജീവിതയുടെ അഭിഭാഷക മമ്മൂട്ടിയും ദിലീപിൻ്റെ സപ്പോർട്ടായിരുന്നു എന്നുള്ളൊരർത്ഥത്തിൽ സംസാരിക്കുന്നുണ്ട്. അല്ലെ അതുപോലുള്ള ആരും അമ്മ സംഘടനയോ ഒന്നും എല്ലാവരും 8ാം പ്രതിയായ ദിലീപിനെയാണ് സപ്പോർട്ട് ചെയ്ത് അതിജീവിതയല്ല എന്നൊക്കെ പറയുന്നു. ഒന്ന് കേൾക്കാം.
ഒരു ചെറിയ കാര്യം കൂടി വേഗത്തെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് താങ്കൾ സിനിമാ മേഖലയിൽ ചില പേരുകൾ പരാമർശിച്ചു പോയി. ഇപ്പോൾ സിനിമയിൽ ഇങ്ങനെ ഏറ്റവും പ്രഭയിൽ നിൽക്കുമ്പോഴാണ് ദിലീപിനെതിരെ ആക്ഷേപം വരുന്നത്. അപ്പോൾ ഈ മുൻനിര നടന്മാരായ മമ്മൂട്ടി അടക്കമുള്ളവർ ഈ കേസിൽ നൽകിയ ഒരു പിന്തുണ കൂടി പ്രസക്തമാണല്ലോ. അവരുടെയൊക്കെ ഒരു പിന്തുണ എത്രമാത്രം നേരിട്ട് ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്? ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, 8ാം പ്രതിയെ സഹായിക്കാൻ, അതൊക്കെ നമുക്കിപ്പോൾ ഓപ്പണായിട്ട് ഇങ്ങനെ പറയാൻ ഇപ്പോൾ പറ്റില്ല, നാളെ കഴിഞ്ഞ് നമ്മൾ പറയാം. ഒന്നും ചെയ്തിട്ടില്ല. പ്രതിക്ക് 8ാം പ്രതിനെ സഹായിക്കുക തന്നെയാണ് അവരൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ സംഘടനയിലുള്ള ഒരു പെൺകുട്ടിയാണല്ലോ അത്. ഒരു സംഘടനയിൽ ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമൊന്നുമില്ലല്ലോ. നമ്മുടെ സംഘടനയിലുള്ള ഒരു പെൺകുട്ടീനെയാണ് ഇത്രയും ഹീനമായ രീതിയിൽ കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് ചെയ്തിരിക്കുന്നത്. ആ പെൺകുട്ടികളോട് ഒരു സഹാനുഭൂതിയുടെ, നിങ്ങൾക്കും പെൺമക്കളില്ലേ, നിങ്ങളാണ് റേപ്പ് ചെയ്യപ്പെടുന്നതെങ്കിലോ, നിങ്ങളുടെ മക്കളാണ് റേപ്പ് ചെയ്യപ്പെടുന്നതെങ്കിലോ, അതും ജോലിക്ക് പോകുന്നതിനിടയിൽ കിഡ്നാപ്പ് ചെയ്ത് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ് ചെയ്യുന്നത്, ഒരു കൂട്ടം ആളുകളാണ് ഈ ചെയ്യുന്നത്. അതിന് ഒരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു സമീപനം പോലും AMM എന്ന് പറഞ്ഞ സംഘടനയിലെ സ്ത്രീകളായിട്ടുള്ള ലീഡർഷിപ്പും പുരുഷന്മാരായിട്ടുള്ള ലീഡർഷിപ്പും ഈ പെൺകുട്ടിയോടൊപ്പം നിന്നില്ല എന്ന് കൃത്യമായി തെളിവുകളോടുകൂടി പറയാൻ എനിക്ക് കഴിയും. അത് ഞാൻ നാളെ പറയുകയും ചെയ്യും. അപ്പോൾ അതിജീവിത അമ്മ സംഘടനയിലൊന്നും ആരും സഹായിച്ചിട്ടില്ല. ഇത്രയും വലിയ കേസുണ്ടായി. WCCയിൽപ്പെട്ട നടിമാരാണ്. അപ്പോൾ അവരുടെ അതോടുകൂടി പാർവതി തിരുവോത്തിൻ്റെ കാര്യം അറിയാലോ, അതോടുകൂടി ചാൻസ് നഷ്ടമായി. എത്ര മറ്റേ അഭിനയിക്കാൻ അറിയാവുന്നവരാണേലും അവർക്കൊക്കെ അവസരങ്ങൾ പിന്നെ കിട്ടിയില്ല. തമിഴിലൊക്കെ പോയി അഭിനയിക്കുകയാണ് ചെയ്തത്, അവസരങ്ങൾ കിട്ടിയിട്ടില്ല. ഇവിടെ ദിലീപിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ചുമ്മാതാണേലും ബാക്കിലോട്ടൊന്ന് ആലോചിക്കുമ്പോൾ ഈ പുഴയും കടന്ന് സിനിമയാണോ അതോ സല്ലാപാണോ എന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. അതൊക്കെ കണ്ടിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് കാമുകിയായ മഞ്ജു വാര്യർ ഇറങ്ങിപ്പോയിട്ട് ദിലീപിൻ്റെ വീട്ടിൽ ചെന്ന് കയറുന്ന സീന്, ആ സീനിൽ എന്താ കാണുന്നത്? ഒരു മണ്ണിട്ട വീട്, ഒരു ഗതിയില്ലാത്ത, അന്നത്തെ ആഹാരം കഴിക്കാൻ പോലും മാർഗ്ഗമില്ലാത്ത വീട്ടുകാർ. അങ്ങനെ ഒരു കാമുകൻ്റെ വീട്ടിലേക്കാണ് കാമുകി കയറി ചെല്ലുന്ന സീന്. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഏതോ ഒരു ദിലീപിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ദിലീപിൻ്റെ ശരിക്കുള്ള അവസ്ഥ ആ സിനിമയെ കാണിച്ചത് തന്നെയായിരുന്നു. ആ കാലത്ത് ദിലീപിൻ്റെ അച്ഛൻ ഏതാണ്ട് കളർ വിൽപ്പനക്കാരൻ എന്നാ പറഞ്ഞു. അത് എന്താണെന്ന് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതേപ്പറ്റി അറിയില്ല. എന്തോ കളർ വീട് വഴി കയറി ഇറങ്ങി വിൽക്കുന്നു. അത് എന്തിനുള്ള, വീടിന് പെയിൻ്റ് അടിക്കുന്ന കളറാണോ അതോ ഇനി തുണിക്ക് മുക്കുന്ന കളറാണോ അങ്ങനെ എനിക്കറിയില്ല. ഏതായാലും കളർ വിൽപ്പനക്കാരൻ എന്നാ പറഞ്ഞു. അത്രയും ദയനീയ അവസ്ഥയിലായിരുന്നു ചെറുപ്പകാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് പിന്നീട് നമ്മളീ പറയുന്ന പോലെ കേരളം വിലയ്ക്ക് വാങ്ങുന്നെന്ന് പറയുന്ന പോലെ ഹോട്ടലുകളായി, തിയേറ്ററുകളായി, വിദേശത്ത് ബിസിനസ്സായി, എല്ലാം ഈ ബിസിനസ് കൊണ്ട് കോടികളുടെ ആസ്തിയായി. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾക്ക് പോലും പേടി വരുന്ന പോലെ മലയാള സിനിമ ആ 2020 ഒക്കെ ഇറങ്ങുന്ന സമയത്ത് മലയാള സിനിമ കയ്യിലിട്ട് അമ്മാനെ പാടുന്ന ആൾ ദിലീപായിരുന്നു, അല്ലാതെ സൂപ്പർ സ്റ്റാറുകളൊന്നും അല്ലായിരുന്നു. അവർക്ക് പോലും ഭയമാകുന്ന രീതിയിൽ അതിൻ്റെ കൂടെ ചാരിറ്റി ഒരു സൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറുതായിട്ട് നിന്ന ഒരു മനുഷ്യൻ ജനകീയ നടൻ എന്നുള്ള രീതിയിൽ വളർന്ന് പന്തലിച്ച് എവിടം വരെ എത്തിയെന്ന് പറയാൻ പറ്റില്ല. ജനങ്ങളുടെ ഹൃദയം കീഴടക്കി മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ അവനും ചെയ്യുന്നതിൻ്റെ ചില ഇപ്പോൾ ഈ കാവ്യമാധവൻ്റെ അമ്മ ഈ വിളിച്ച് പറഞ്ഞ കാര്യം ചില കാര്യങ്ങളും തിരിച്ച് ഫലിക്കും എന്നുള്ളതിനെയാണ്. പിന്നെ ഒരു രഹസ്യ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ വാർത്തയെന്ന് കണ്ട്, അതായത് കുരുട്ടുബുദ്ധി ഒരു എരവാദം നടത്തുന്ന ഒരു ഇത്, അതൊന്ന് കേൾക്കാം. ഗ്രൂപ്പിനെ കുറിച്ച് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആലപ്പി അഷ്റഫ്, അതോടൊപ്പം തന്നെ മഞ്ജു വാര്യർ അടക്കമുള്ള സിനിമാ താരങ്ങളും, ഒപ്പം തന്നെ ADGP B സന്ധ്യ, ഒപ്പം അഡ്വക്കേറ്റ് TB മിനി തുടങ്ങിയ എല്ലാ ഭാഗത്തും മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പ് വ്യാജമാണെന്ന്, ഒരു വ്യാജ ഗ്രൂപ്പാണെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിന് പിന്നിൽ ദിലീപാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാരണം ദിലീപിന് കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു ഇരവാദം സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. ദിലീപിനെ പൂട്ടണം എന്നായിരുന്നു ആ ഗ്രൂപ്പിന്റെ പേര്. അത്തരത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി തനിക്കെതിരെ കൃത്യമായൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ദിലീപിന്റെ ശ്രമം. അതിനുവേണ്ടിയാണ് ഇത്തരം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ADGP B സന്ധ്യ അടക്കമുള്ളവർ ആ ഗ്രൂപ്പിൽ ഉള്ളപ്പോൾ കൃത്യമായി തന്നെ തനിക്കൊരു ഇരവാദം തനിക്ക് അനുകൂലമായി ഭവിക്കും എന്ന് ദിലീപ് വിചാരിച്ചിരുന്നു. അങ്ങനെയാണ് ഇത്തരം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. പക്ഷേ അതിലെല്ലാം വ്യാജ പ്രൊഫൈലുകളായിരുന്നു. ADGP B സന്ധ്യയുടെയും മഞ്ജു വാര്യരുടെയും ഒക്കെ ഫോട്ടോകൾ വെച്ചുകൊണ്ട് വ്യാജ വാട്സപ്പ് പ്രൊഫൈലുകൾ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ആ ഗ്രൂപ്പ് പ്രവർത്തിച്ചിരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തമായ തെളിവുകൾ തന്നെയാണ് അന്വേഷണ സംഘം കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നത്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവുകളാകാൻ പോകുന്നതും ഇതൊക്കെ തന്നെയാണ്.
എവിടെയൊക്കെയോ വലിയ കുരുട്ടുബുദ്ധിയും വക്രബുദ്ധിയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ടും മുകളിൽ ഒരു ശക്തി ഇരുന്നുകൊണ്ട് അതൊക്കെ തകർക്കുന്നുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. അതെ, കാരണം പണമുണ്ട്, സ്വാധീനമുണ്ട്, എല്ലാം വിലയ്ക്ക് വാങ്ങാനുള്ള പണം കയ്യിലുണ്ട്, എല്ലാവരെയും വിലയ്ക്ക് വാങ്ങിയിട്ടുമുണ്ട്, തെളിവുകളൊക്കെ നശിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് നാളെ അറിയാം. ഏതായാലും ഇപ്പം അതിജീവിതയുടെ വക്കീലൊക്കെ നാളെ കഴിഞ്ഞാൽ ആ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ അകത്തേക്ക് ഒരുമാതിരി രഹസ്യമായിട്ട് നടന്ന വിചാരണയും ആരൊക്കെ ഇടപെട്ടിട്ടുണ്ട്, അവരെയൊക്കെ ആരൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇതൊക്കെ അവരൊക്കെ പരസ്യമായിട്ട് പറയും. ഇപ്പം രഞ്ജുമാർ പറയുന്നത് പല രാത്രികളിലും അവസാനത്തെ കോൾ എൻ്റെതാണ് ആ കുട്ടിക്ക്. അപ്പോൾ അവർ കടന്നു പോയിട്ടുള്ള ആ വഴി ആത്മഹത്യയുടെ തുമ്പത്ത് നിന്ന് വലിച്ചിട്ടിട്ടുണ്ട് ഞാൻ. നോ, ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്. ആ കുട്ടിക്ക് നീതി കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ളതല്ല വിഷയം. നീതി കിട്ടിക്കഴിഞ്ഞു. ജനങ്ങളുടെ മനസ്സിൽ ദൈവത്തിൻ്റെ നീതിന്യായ കോടതിയിൽ അവൾക്ക് നീതി കിട്ടിക്കഴിഞ്ഞു. പക്ഷേ എന്തും വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു നിയമവ്യവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം വരെ ഇത്തരം കാര്യങ്ങൾക്ക് നീതി കിട്ടുമോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ടു ബി വെരി ഓണസ്റ്റ്, നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എന്ത് സംഭവിച്ചാലും അതെൻ്റെ കർമ്മഫലമായിട്ട് തന്നെ ഞാൻ കാണുന്നുള്ളൂ. കാരണം ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് കൈയുണ്ടെങ്കിലല്ല നീ മേക്കപ്പ് ചെയ്യുള്ളൂ എന്ന് ചോദിച്ചവരുണ്ട്. കൈയില്ലെങ്കിലും കാലില്ലെങ്കിലും എൻ്റെ ലൈഫ് അത്ര വരെ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ മതി, അത് മതി. എന്നെ സംബന്ധിച്ച് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ കർമ്മം ഞാൻ നടപ്പിലാക്കി കഴിഞ്ഞു. എന്താണെങ്കിലും നാളെ വിധി വരുമ്പോൾ സത്യം ജയിക്കട്ടെ, അല്ലേ? ഒരു കാലത്ത് എല്ലാവരും, ഞാൻ എൻ്റെ കൊച്ചു പയ്യനെയൊക്കെ മുഴുവൻ നേരം കാണിച്ചുകൊണ്ടിരുന്ന, അതായത് അവനൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടി കാണിച്ചുകൊണ്ടിരുന്ന സിനിമകൾ അത്രയും ദിലീപിൻ്റെയാണ്. ശരിക്കും ദിലീപിൻ്റെ CID മൂസ, പറക്കന്തളിയ, ഇങ്ങനത്തെ കുറേ സിനിമയില്ലേ, കൊച്ചി രാജാവ്, ഇതൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ. അതെന്താണെന്ന് ചോദിച്ചാൽ മുഴുവൻ സമയം ഇട്ട സിനിമ തന്നെ പിന്നെയും പിന്നെ ഇട്ടുകൊണ്ടിരിക്കും. കാരണം എൻ്റെ മോന് ദിലീപിനെ അത്രയും ഇഷ്ടമായിരുന്നു, ചെറുപ്പത്തിലെ കുഞ്ഞായിരുന്നു. അപ്പോൾ അവൻ ആ സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുക. കാർട്ടൂൺ കാണും, ആ കൂടെ ഇതും കണ്ടു. നമുക്കും അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് എന്താണേലും കൂടെ നിൽക്കാൻ പറ്റത്തില്ല, ഒരു ന്യായീകരിച്ച് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ എന്താണേലും കോടതി നാളെ വിധി വരുന്നത് ഒട്ടനവധി വർഷങ്ങളായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമായിട്ടുള്ള ഒരു വിധിയാണ് വരുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും സത്യമായിരിക്കും ജയിക്കുന്നത്. ദിലീപ് തെറ്റുകാരനല്ലെങ്കിൽ ദിലീപ് രക്ഷപ്പെടുമായിരിക്കും. ജ്യോത്സ്യന്മാരൊക്കെ ഇനി ജയിലിൽ പോവില്ല, കൂളായിട്ട് ഊരി പോരും എന്നൊക്കെ ജ്യോത്സ്യ പ്രവചനമൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ കണ്ടു. അപ്പോൾ ഏതായാലും സത്യം ജയിക്കട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.